എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടൊന്നും നല്ല പരിചയമില്ല. എങ്കിലും എനിക്ക് വീഡിയോ ഇടാതിരിക്കാൻ തോന്നിയില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ സഫർ ചെയ്തത്, ഞാൻ വിഷമിച്ചത്, പ്രയാസപ്പെട്ടത്, എൻ്റെ കുഞ്ഞുങ്ങൾ പ്രയാസപ്പെട്ടത്, 20 വർഷം ഒരു മദ്യപാനിയായ ഭർത്താവ്, കുടുംബത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അദ്ദേഹം കുടുംബത്തെ സ്നേഹിക്കുമായിരുന്നെങ്കിലും അദ്ദേഹം മദ്യത്തിന് അഡിക്റ്റായിരുന്നു. മദ്യത്തിന് അഡിക്റ്റായി കഴിയുമ്പോൾ, മദ്യം കുടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം വീട്ടിലുണ്ടാക്കുന്ന ഭീകരമായ പ്രശ്നങ്ങൾ, അതിൽ നിന്നെല്ലാം എൻ്റെ പ്രാർത്ഥനയിലൂടെ എന്നെ ദൈവം കരയ്ക്കടുപ്പിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഒരാൾക്ക് മാറ്റം വരികയും ഒരാൾ സ്വയം പറയുന്നു, മദ്യം എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമുണ്ടെങ്കിലേ ഞാൻ കുടിക്കൂ, എനിക്ക് ആവശ്യമില്ലിപ്പോൾ, ഞാൻ എൻ്റെ ശരീരം നശിപ്പിച്ചു, ഞാൻ തന്നെ എൻ്റെ ശരീരം നശിപ്പിച്ചു, എനിക്ക് വേണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നതും എടുക്കുന്നതും ഒന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അറിയാതെ പോലും അദ്ദേഹം മദ്യം സ്വയം നിർത്തിയപ്പോൾ എനിക്കും എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതിശയമായിപ്പോയി. എൻ്റെ പ്രാർത്ഥന ഇത്രയും വേഗം പ്രപഞ്ചം കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിശ്വസിച്ച ദൈവങ്ങൾ കേൾക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. 20 വർഷം മദ്യപിച്ച് വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ കണക്കില്ല, ഉണ്ടാക്കിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കണക്കില്ല. ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടി. മദ്യം അദ്ദേഹം പൂർണ്ണമായി ഒഴിവാക്കി, മദ്യം വേണ്ട എന്ന് വെച്ചു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എൻ്റെ കുടുംബത്തുണ്ടായ ഹാപ്പിനെസ് ഞാൻ തന്നെയാണ് പ്രാർത്ഥനയിലൂടെ കീഴടക്കി. ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയായിരുന്നെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഹോപ്പണോപ്പണോ എന്താണെന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. അതിലൂടെ ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കാണുന്നു, പോകുന്നു, മോട്ടിവേഷൻ അങ്ങനെ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും. പക്ഷെ കുറച്ച് ഞാൻ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഒരുപാട് നമ്മളെ കരകയറ്റുന്ന ഒരു മന്ത്ര ശക്തിയുള്ള എന്തോ ഒരു പ്രപഞ്ച ശക്തിയാണ് ഈ ഹോപ്പണോപ്പണോ എന്ന് പറയുന്നത്. എനിക്ക് ഇതിന് അഡ്വാൻസ്ഡ് കോഴ്സും അതിനകത്തൊന്നും ഞാൻ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ചെറിയ ചെറിയ വീഡിയോസും എല്ലാം കണ്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങൾ എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ അലഞ്ഞു നടന്ന് ഞാനൊരു പ്രാർത്ഥനയിൽ ഞാൻ എത്തിച്ചേർന്നു. എന്നെ ദൈവം എൻ്റെ വിളി ദൈവം കേട്ടു. എന്നെപ്പോലെ ഒത്തിരി ഭാര്യമാർ ഈ ലോകത്തുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം അടി മേടിക്കുന്നു, ബഹളം വെക്കുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു കുടുംബത്തിൽ നടക്കുന്നത്. ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ട്, ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ എൻ്റെ ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് തീരുമായിരിക്കും. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മൾ സ്വയം മാറുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മാക്സിമം സൈലൻ്റ് ആകുക, നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം എത്ര പ്രകോപിപ്പിക്കാൻ നോക്കിയാലും നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ പ്രപഞ്ച ശക്തിയിൽ അങ്ങ് വിശ്വസിക്കുക. നിങ്ങൾ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നു ആ ദൈവത്തിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിക്കുക. എന്നിട്ട് പ്രപഞ്ച ശക്തിയിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. പ്രപഞ്ച ശക്തിയിൽ ഞാനുമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സൈലൻ്റ് ആയിട്ടിരുന്ന് എനിക്ക് കിട്ടുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് ഹോപ്പണോപ്പണോ എന്ന്, എന്നെ സഹായിച്ചത് ഹോപ്പണോപ്പണോ എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മെയിനായിട്ട് നമ്മുടെ വിഷമം ഹീൽ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോകുന്ന പ്രശ്നമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വരുമ്പോൾ നമുക്ക് അങ്ങ് നമ്മുടെ പ്രഷർ ഫസ്റ്റ് മാറ്റണം. നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മുടെ പ്രഷർ മാറത്തുള്ളൂ. അല്ലാതെ വേറെ ആർക്കും വിചാരിച്ചാൽ നമ്മുടെ പ്രഷർ മാറ്റാൻ പറ്റത്തില്ല. അവരിങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ നമ്മുടെ ശരീരം കളയാവുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റങ്ങളും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മളുടെ ശരീരം നന്നായിട്ട് വരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മളുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആരുണ്ട്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശാന്തരാകാൻ ശ്രമിക്കണം. മാക്സിമം ശാന്തതയിലോട്ട് പോകാൻ ശ്രമിക്കണം. നല്ല പ്രാർത്ഥനയൊന്നും നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും. നമ്മൾ കുറച്ചല്ലേ പ്രാർത്ഥിക്കത്തുള്ളായിരിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കണം. എന്നിട്ട് നമ്മളെ കുറേ പേര് ദ്രോഹിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളെ കുറേ പേര് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവരെല്ലാം നമ്മളങ്ങ് മറന്നു കളഞ്ഞേക്കാം. അത് മാത്രം ഏറ്റവും വലിയ കാര്യം. നമ്മളെ ദ്രോഹിച്ചു, നമ്മളെ വേദനിപ്പിച്ച്
നമ്മുടെ ഹസ്ബൻഡ് ചിലപ്പം കള്ളു കുടിച്ചിട്ട് പറയും, അത് നമ്മൾ ചിലപ്പോൾ അങ്ങ് മറക്കുമായിരിക്കും. പക്ഷേ മറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണുമായിരിക്കും. എങ്കിലും മറന്നേ പറ്റൂ. നമ്മൾ ക്ഷമിക്കുക, അവരോട് ക്ഷമിക്കുക. നമ്മളോട് ദ്രോഹിച്ചവരോടെല്ലാം നമ്മളങ്ങ് ക്ഷമിക്കുക. നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്ഷമിക്കുക. ദൈവം നമ്മുടെ കൂടെ തന്നെ കാണും. നമ്മുടെ കാര്യമല്ല, അവരൊക്കെ അവരുടെ വഴിക്ക്, നമ്മൾ നമ്മുടെ വഴിക്ക്. നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട. നമ്മുടെ ലോകത്ത് അവരില്ല, അങ്ങനെ ഒരു വ്യക്തികളില്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. അവരെ സ്നേഹിക്കാൻ പഠിക്കുക. എങ്ങനെയെങ്കിലും നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സുകൊണ്ട് ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. നമ്മുടെ ഹസ്ബൻഡിനെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾ ആദ്യം ദൈവത്തിനോട് സോറി പറയണം. ദൈവമേ, ഞാൻ എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ട് അദ്ദേഹം കൂടി തുടങ്ങിയിട്ടുണ്ടോ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാരണം കൊണ്ടാ അദ്ദേഹം കുടിക്കുന്നതോ അദ്ദേഹം ശരീരം നശിപ്പിക്കുന്നോ എങ്കിൽ ഞാനും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തെറ്റുകൾക്കും വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആദ്യം നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ പറയണം. ദൈവത്തിനോട് പറയണം, എന്നോട് ക്ഷമിക്കൂ പ്ലീസ്, ദൈവമേ ഐ ആം സോറി, എന്നോട് ക്ഷമിക്കൂ എന്ന് നമ്മൾ ദൈവത്തിനോട് പറയണം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ, എന്നോട് പൊറുക്കൂ, ഞാൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും എന്നോട് പൊറുക്കാൻ പറയണം. ഇത് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം സന്തോഷമായിട്ട് പോകുന്നതിൻ്റെ എൻ്റെ ഈ ഭാഗ്യം എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒത്തിരി ഭാര്യമാരുണ്ട്. അവർക്ക് ഒരു നന്മ വരട്ടെ എന്നോർത്ത് മാത്രം ഞാൻ പറയുന്നത്. അവർക്കൊരു സമാധാനം വരട്ടെ. നമ്മൾ ക്ഷമിക്കുക. ഫസ്റ്റ് ദൈവത്തിനോട് സോറി പറയാം. ഗോഡ്, യൂണിവേഴ്സ്, പ്ലീസ് ഐ ആം സോറി എന്ന് തന്നെ അത് പറയുക. അത് കഴിഞ്ഞിട്ട് പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ, അദ്ദേഹത്തിനോട് ക്ഷമിക്കൂ, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എന്നോട് ക്ഷമിക്കൂ. പിന്നെ നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും, നമുക്ക് ചെയ്തു തന്ന എല്ലാ പ്രപഞ്ചം തന്ന നമ്മുടെ നല്ല കുഞ്ഞുങ്ങൾ, ആരോഗ്യമുള്ള നമ്മുടെ ശരീരം, നമ്മുടെ തന്ന വീട്, നമുക്ക് തന്ന ചെറിയ ചെറിയ ശ്വാസം, ഇപ്പം കിട്ടുന്ന ഈ ശ്വാസം, നമുക്ക് നടക്കാനുള്ള കഴിവ്, കാല്, കൈ, ചെവി, അങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. നന്ദി പറഞ്ഞതിന് ശേഷം ദൈവത്തിനോട് നമ്മൾ ഇത്രയെല്ലാം തന്നതല്ലേ നമുക്ക് ദൈവം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഫസ്റ്റ് ഐ ആം സോറി, ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം സോറി. പ്ലീസ് ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കൂ ദൈവമേ, എന്നോട് എല്ലാത്തിനും പൊറുക്കൂ, എൻ്റെ തെറ്റുകൾക്കും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾക്കും പൊറുക്കൂ എന്ന് പറയുക. പിന്നെ പ്ലീസ് ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു പറയണം. നമ്മളെല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതിന് നന്ദി. എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ ഭർത്താവിൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ, ഈ ലോകത്തിൻ്റെ കൂടെ, എന്നെപ്പോലെ വിഷമിക്കുന്ന എൻ്റെ സഹോദരിമാരുടെ കൂടെയും അവരുടെ കുടുംബങ്ങളുടെ കൂടെയും ഉണ്ടാകുന്നതിന് ഒരുപാട് നന്ദി. എനിക്കിത് പറയണ്ട, എനിക്കിതൊന്നും നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹം എന്നെ യൂണിവേഴ്സ് തോന്നിപ്പിച്ച. എന്നുവെച്ചാൽ ഈ പ്രാർത്ഥനയിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് 10 പേർക്ക് അല്ലെ 5 പേർക്ക് അല്ലെ 2 പേർക്ക് സുഖം, അവരുടെ ഹസ്ബൻഡിൻ്റെ ഈ ദോഷം, മദ്യപാനം, അഡിക്ഷൻസ് എല്ലാം മാറാൻ എൻ്റെ ഈ സംസാരം കൊണ്ട് ചിലപ്പം ഒരു കാര്യമായെങ്കിലോ, അതിനുവേണ്ടി മാത്രം ഞാൻ സംസാരിക്കുന്നുണ്ട്. എൻ്റെ സഹോദരിമാർ സ്വയം ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരോടും ക്ഷമിക്കാൻ പഠിക്കുക. നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് നിർത്തുക, നമ്മൾ കുഞ്ഞുങ്ങളോട് ഷൗട്ട് ചെയ്യുന്നത് നിർത്തുക, നമ്മൾ സമാധാനമായിട്ട് സംസാരിക്കാൻ പഠിക്കുക, എല്ലാം ക്ഷമയായിട്ടിരിക്കുക. മാക്സിമം യൂണിവേഴ്സ് കണക്ട് ചെയ്യുന്ന പോലെ നമ്മളുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴാണേലും നമുക്കത് കൊണ്ടുതരും. നമ്മുടെ പ്രാർത്ഥന ശക്തമായിരിക്കണം. നമ്മൾ യൂണിവേഴ്സിൽ ഉറച്ച് വിശ്വസിക്കണം. നമ്മുടെ പ്രാർത്ഥന ശക്തമാകുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുതരും. തളർന്നു പോകരുത്. 1 ദിവസം അല്ല, 2 ദിവസം അല്ല, 3 ദിവസം അല്ല, 10 ദിവസം, 1 മാസം, 2 വർഷം, മാക്സിമം എത്ര ആണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ വന്നിരിക്കും. എൻ്റെ 20 വർഷത്തെ കൂടി ഒറ്റ ദിവസം കൊണ്ട് മാറ്റി. എൻ്റെ പ്രാർത്ഥന ഓപ്പണോ എൻ്റെ കൂടെ നിന്നത് യൂണിവേഴ്സ് എൻ്റെ കൂടെ നിന്നു. അതുപോലെ എൻ്റെ സഹോദരിമാർക്ക് കൂടെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും. താങ്ക് യു. I am sorry, please forgive me. Thank you, I love you. Dear universe, I am sorry, please forgive me. Thank you, I love you. Dear universe, I am sorry, please forgive me. താങ്ക് യു, ഐ ലവ് യു. ഇത് 11 പ്രാവശ്യം പറയാം, 108 പ്രാവശ്യം പറയാം. നമ്മൾ ഉൾക്കൊണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം ഓരോന്നും ഉൾക്കൊണ്ട് ഹൃദയത്തിൽ തട്ടി
പ്രാർത്ഥിക്കണം. സൈലൻ്റായിട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സമയം ദിവസവും പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സുഖമാകും, നിങ്ങളുടെ കുടുംബം ശാന്തമാകും. എല്ലാത്തിനും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.